പസിഫിക് മഹാസമുദ്രത്തിൽ ഭൂമിയുടെ ഭൂപടത്തിൽ പോലും വ്യക്തമായി കാണാൻ പറ്റാത്ത ഒരു ചെറിയ തൊപ്പിക്കൽ പോലെ കിടക്കുന്ന ദ്വീപാണ് ഈസ്റ്റർ ഐലൻഡ്. എന്നാൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തെളിവില്ലാത്ത ദുരൂഹതകളിൽ ഒന്നെന്നത് നിങ്ങളറിഞ്ഞിട്ടുണ്ടോ? അവിടെ കിടക്കുന്ന വലിയ കല്ല് ശിലാശില്പങ്ങൾ 3 മീറ്ററിൽ നീളമുള്ളത് മുതൽ 12 മീറ്റർ വരെ നീളമുള്ളവ വരെ, വയസ്സും ആധാരവുമില്ലാത്തത് പോലെയുള്ള 900-ത്തിലധികം കല്ലുമുഖങ്ങൾ, മൊയ എന്ന് വിളിക്കപ്പെടുന്ന ശിലാശില്പങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു. എപ്പോൾ ഈ ശിലകൾ ഉരുത്തിരിഞ്ഞത്? ആര് അവയെ നിർമ്മിച്ചത്? എങ്ങനെയാണ് ഇത്രയും ഭാരം ഉള്ളവ ഇങ്ങനെ കയറ്റിയത്? ഇതെല്ലാം ശാസ്ത്രം ഇന്നുവരെ യാഥാർത്ഥ്യമായി തെളിയിക്കാനാവാത്തതാകുമ്പോൾ ചിലർ പറയുന്നു, അവ കല്ല് അല്ല, അവ ഓർമ്മകൾ കൊണ്ടുള്ള ജീവികൾ ആണ്. അതുകൂടാതെ ഒരിക്കൽ ഉണർന്നാൽ വീണ്ടും കിടക്കില്ല. 1957-ൽ ബ്രിട്ടനിൽ നിന്നുള്ള ഒരു ചെറുകപ്പൽ ഈസ്റ്റർ ഐലൻഡിലേക്കു എത്തുന്നു. ഗവേഷകരായ 4 പേരടങ്ങുന്ന സംഘം ദ്വീപിന്റെ തിരയാത്ത ഭാഗങ്ങളിലേക്കാണ് യാത്ര. ഒരുനാൾ രാത്രി അവരുടെ ക്യാമ്പിന്റെ അടുത്തുള്ള ഒരു വലിയ മൊയ ശിലാശില്പത്തിന്റെ ചുവടിൽ നിന്ന് അസാധാരണമായ ശബ്ദങ്ങൾ കേൾക്കപ്പെട്ടു. മണ്ണിനടിയിലൂടെ വരുന്ന പോലെ ആരോ കുരൽ പുറപ്പെടുവിക്കുന്നതുപോലും. വായുവിൽ ഒരുവിധ യാന്ത്രികമായ ചലിപ്പുക കാടാകാത്ത ഒരു ദ്വീപിൽ എങ്ങനെയോ ആഗ്രഹമില്ലാത്ത ശബ്ദങ്ങൾ. അവരിൽ ഒരു പേരാണ് ഈ ശബ്ദം രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഡോ. ജെറാർഡ് കെയ്സ്. അവന്റെ ഡയറിയിൽ എഴുതിയ കുറിപ്പ്. രാത്രി 3:30 പുഴുപോലെ പടർന്ന ശബ്ദം. ഗല്ലിന്റെ ചുവടിൽ നിന്ന് ആരോ എന്നെ വിളിച്ചു. ഞാൻ ചേർന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. അടുത്ത ദിവസം ഡോ. ജെറാർഡ് കാണാനില്ലായിരുന്നു. മറ്റുള്ളവർ തിരയുന്നിടത്ത് ശിലാശില്പത്തിന്റെ ചുവടിൽ അതിന്റെ തന്നെ ശീലത്തിൽ കുത്തിവെച്ച ഒരു ഗല്ല് തണ്ടിൽ പതിഞ്ഞു കിടന്നിരുന്നു. അതിൽ എഴുതിയിരുന്ന ഒരു വാക്ക്, തനിക്കുള്ളത് വിട്ടുകൊടുക്കുക. അത് വായിച്ചതിനുശേഷം സംഘം തിരിച്ചു പോകാൻ തീരുമാനിച്ചു. പക്ഷേ കപ്പൽ ആ അർദ്ധരാത്രി കടലിൽ തീപിടിച്ചു പൊള്ളിപ്പോയി. മറ്റൊരു കപ്പൽ അടുത്ത ദിവസം എത്തിയപ്പോൾ ഒരാളെയുള്ളൂ ജീവനോടെ, ജോൺ എന്ന ക്യാപ്റ്റൻ. അവൻ പറഞ്ഞത് കേട്ട ശേഷം ആരും വീണ്ടും ആ ദ്വീപിലേക്ക് യാത്ര ചെയ്യാൻ തയ്യാറായില്ല. അവ ഉള്ളിലേക്ക് നോക്കി. ഞാൻ അവയെ കല്ല് എന്ന് കരുതി. പക്ഷേ അവ കണ്ണുകൾ തുറന്നു. ഞങ്ങൾ ഉറങ്ങുമ്പോൾ അതിന്റെ താടികളിൽ ആകാശം ചലിച്ചു. ഞങ്ങൾ തീർത്തും കത്തിപ്പോയതല്ല. ഞങ്ങൾ വരികയായിരുന്നത് വേറെ ഒരു ലോകത്തിലേക്കാണ്. ഈസ്റ്റർ ഐലൻഡിന്റെ ഇടത്തരം ഭാഗങ്ങളിൽ ഇന്നും മണ്ണിനടിയിലുള്ള ചില ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കോടികൾ വർഷങ്ങൾക്കുമുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു ഭൂതകാല സംസ്കാരത്തെക്കുറിച്ച്. തങ്ങളുടെ ചിന്താശക്തിയാൽ ശിലകളെ നിലത്തുനിന്ന് ഉയർത്താൻ കഴിയുന്നവർ. അവരുടെ ശിക്ഷയായിട്ടാണ് ഈ ശിലാശില്പങ്ങൾ നിലകൊണ്ടത് എന്ന് കുറിപ്പുകൾ സൂചിപ്പിക്കുന്നു. ശീലത്തിൽ ജീവൻ പൂട്ടിയ ഒരു ശാപം. 2021-ൽ ഒരു ഡോക്യുമെന്ററി ടീം ഈസ്റ്റർ ഐലൻഡിൽ വീണ്ടും പോയി. അവർ പുറത്തുവിട്ട വീഡിയോ ഇപ്പോഴും ഫെമഡ്ഫോറിൽ ലഭ്യമാണ്. പക്ഷേ 5 സെക്കൻഡുകൾ മാത്രം. ഒരു കറുത്ത ആകാശം. ഒരു ശബ്ദം. ശീലത്തിൽ നിന്നുള്ളത് പോലെ കേൾക്കുന്നത്. ഞങ്ങൾ വീണ്ടും ഉയരും. ആകാശം വീരും മുമ്പ്. ഈ കഥകൾ സത്യമാണോ അതോ കപടമാണോ? നാം അറിഞ്ഞത് എല്ലാം ശാസ്ത്രം വിശദീകരിക്കാൻ കഴിയുന്നതാണോ? എന്തായാലും ഈസ്റ്റർ ഐലൻഡിന്റെ ആ കല്ലുമുഖങ്ങൾ ഇന്നും ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആരോടാണ്? നമുക്ക് ഇവയെ ശിലകളാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് മനസ്സമാധാനമാണ്. പക്ഷേ ചിലർ ഉറച്ചു പറയുന്നു, അവ ഒരിക്കൽ മനുഷ്യരാണ്, ദൈവങ്ങളായി വാഴാൻ ശ്രമിച്ചവർ. പക്ഷേ ദ്വീപ് അവരെ വിഴുങ്ങി, ശപിച്ചു, ശിലകളാക്കി. ഇപ്പോൾ അവരുടെ കണ്ണുകൾ വീണ്ടും തുറക്കാൻ തുടങ്ങുന്നു.